ഹായ് വെൽക്കം ബാക്ക് ടു പിക്സൽ കോമ്പസ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും. എങ്ങനെ നമുക്കൊരു വീഡിയോ മൊബൈലിൽ ഒരു വീഡിയോ എങ്ങനെ വാട്ടർമാർക്ക് ഇല്ലാതെ അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ്, ഹൈലി അഡ്വാൻസ്ഡ് അല്ല, ഒരു മീഡിയം അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഈ വീഡിയോ മാക്സിമം ഒരു 10 മിനിറ്റ് ലെങ്ത് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഓരോ സെറ്റിങ്സും ഓരോരോ പ്രോപ്പർട്ടീസും പാർട്ട് ബൈ പാർട്സ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. അപ്പോൾ നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് VN എഡിറ്ററാണ്. VN എഡിറ്റർ ശരിക്കും ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് സ്റ്റാർട്ടിങ്ങിൽ iOS-ൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ശേഷമാണ് ആൻഡ്രോയിഡിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം ആപ്പ് ഇല്ലാത്തവർ നമ്മുടെ പ്ലേ സ്റ്റോറാണ്, അപ്പം ആൻഡ്രോയിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും VN എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. എങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ, ഒരു മ്യൂസിക്, ഒരു ടൈറ്റിൽ എങ്ങനെ VN ഉപയോഗിച്ച് ചെയ്യാം. അടുത്ത പാർട്ടുകളായിട്ട് എൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജുകളും ഏറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതും നമ്മൾ വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. VN എഡിറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വിൻഡോ ആണിത്. അപ്പം ഇവിടുന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഒത്തിരി ഓൾറെഡി VN എഡിറ്ററിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നെറ്റൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് അവർ ഓൾറെഡി ഉള്ള ഫിൽറ്റേഴ്സും ടെംപ്ലേറ്റ്സും ഒക്കെ ഉപയോഗിക്കാം. നമുക്ക് ടെംപ്ലേറ്റ്സ് ഒന്നുമില്ല, നമ്മൾ ബേസ്ഡ് ഓൺ ദ ബേസിക് തുടങ്ങുകയാണ്. അപ്പം ഇതിലിവിടെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ, അതാണ് നമ്മൾ ആദ്യം ഞെക്കുക. പ്ലസ് ബട്ടൺ ഞെക്കുമ്പം ആദ്യം എല്ലാ വീഡിയോസും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റാണോ അപ്പം നിങ്ങൾ നേരെ ഗാലറിയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പം ഗാലറിയിൽ പോയിട്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ആ വീഡിയോ സെലക്ട് ചെയ്തു. ഇവിടെ ഒരു ഫോർവേഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലോഡായിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 16 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്. ഇതിലുള്ള ബേസിക് മെനൂസും കാര്യങ്ങളുമൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന, അതായത് ഈ ടോപ്പിൽ കാണുന്ന ഓപ്ഷൻസാണ് നമ്മുടെ ഫ്രെയിംസ്. നമുക്കിത് ഏത് ഫ്രെയിമിലാണ് ഇത് കാണേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 16:9 എന്നുള്ള റേഷ്യോയാണ്. ഇപ്പം 9:16 എന്നുള്ള റേഷ്യോയിലാണ് നമുക്കിത് കാണണമെങ്കിൽ, അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് അങ്ങനത്തെ ഒരു റേഷ്യോയിൽ, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് റീൽസിനൊക്കെയുള്ള റേഷ്യോ ആണത്. അപ്പം ഞാൻ ഒറിജിനൽ തന്നെ കൊടുത്തു. 16:9 സെയിം ആണ്, ഒറിജിനൽ തന്നെ കൊടുത്തു. പിന്നെ ഇതിനുള്ള മെനൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്ലേ, നെക്സ്റ്റ്, അതുപോലെ തന്നെ അൺഡു, റീഡു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ പിന്നെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. മ്യൂസിക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്, ഏത് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ. പിന്നെ പിക്ചർ ഓർ വീഡിയോ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. താഴെയുള്ള ബാറാണ് നമുക്ക് മെയിനായിട്ടും നമ്മൾ പല ടൂൾസിനായിട്ടും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ പാർട്ടായിട്ട് വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ ടൂൾസും പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു വീഡിയോ എടുത്ത് അതിനൊരു മ്യൂസിക്കും കൊടുത്ത് ഒരു ടൈറ്റിലും കൊടുക്കുക. നമുക്ക് സാധാരണമായി വേണ്ട ഒരു വീഡിയോ, അതായത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ആയാലും 16:9 റേഷ്യോയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നമുക്ക് ഇത്രയും വേണ്ട, ഇവിടം വരെ തിരിയുന്ന ഭാഗം വരെ മതി. അപ്പോൾ നമ്മൾ ഇത്രയും ട്രിം ചെയ്യാം. നമുക്ക് 2 രീതിയിൽ ട്രിം ചെയ്യാം. ഇങ്ങനെ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടും ട്രിം ചെയ്യാം. ഇല്ലാതെ വീഡിയോസ് ട്രിം ചെയ്യാൻ ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ട്രിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആക്യുറേറ്റായിട്ട് ട്രിം ചെയ്യാനൊക്കെ സാധിക്കും. അപ്പം നമ്മളവിടെ ട്രിം ചെയ്തു, ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ട്രിം ചെയ്ത് അവിടം വരെ വരുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊരു ടൈറ്റിൽ ആഡ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് ടൈറ്റിൽ ആഡ് ചെയ്യാം. അതായത് ബ്ലാക്കിൽ ടൈറ്റിൽ വന്നിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം. അതല്ല നമുക്ക് ഇമേജിൻ്റെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ മേളിൽ ടൈറ്റിൽ ആഡ് ചെയ്യാനാണെങ്കിൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ ടൈറ്റിൽ കാണിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ വരുന്നതെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു പ്ലസ് ബട്ടൺ ഞെക്കുമ്പം നമുക്കിവിടെ മെറ്റീരിയൽ എന്നൊരു ഓപ്ഷനുണ്ട്. വീഡിയോസ് ആഡ് ചെയ്യാം, സബ് ടൈറ്റിൽ ആഡ് ചെയ്യാം, മെറ്റീരിയൽസ്. നമുക്ക് മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തു. അപ്പം നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ്. അപ്പം ഒരു മെറ്റീരിയൽ സാധാരണ ആഡ് ചെയ്യുമ്പം 10 സെക്കൻഡ് വരെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെറുതാക്കുകയൊക്കെ ചെയ്യാം, നമുക്ക് 10 സെക്കൻഡൊന്നും വേണ്ട. സോ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മെറ്റീരിയൽ ആഡ് ചെയ്ത് നമ്മൾ 3 സെക്കൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡിലേക്ക് നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്തിരുന്നു. ആ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലാക്ക് ആയിരിക്കും. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം.
ഞാൻ ഇവിടെ നമ്മുടെ റേഷ്യോ വേണ്ടി 16:9 ആക്കി നമ്മുടെ മെറ്റീരിയലിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഉണ്ട്, ഒരു സ്വൈപ്പ് ടെക്സ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതി ചെറിയൊരു അനിമേഷനോട് കൂടിയിട്ട് ഇപ്പോൾ നമുക്ക് മോർണിംഗ് വൈബ്സ് അങ്ങനെ കൊടുക്കാം തൽക്കാലത്തേക്ക്. അപ്പോൾ മോർണിംഗ് വൈബ്സ് എന്നും പറഞ്ഞ് ഒരു ഇത് കൊടുത്ത് നമ്മൾ കറക്റ്റ്, അതായത് നമുക്ക് ആ തീരുന്ന സമയത്ത് ഇത് എങ്ങനെ വർക്ക് ചെയ്യാം, ജസ്റ്റ് മോർണിംഗ് വൈബ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ വരാം. അപ്പോൾ ഇത് നമുക്കൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കട്ടിങ് വന്നു വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ 2 വീഡിയോസ് ആഡ് ചെയ്യുന്നതിൻ്റെ സെൻറ്ററിലൊരു പ്ലസ് ഉണ്ട്. അവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു ബ്ലാക്ക് ഡിസോൾവ് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഡിസോൾവ് ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തു. ട്രാൻസിഷൻസ് ഇങ്ങനെയാണ് അതിനകത്ത് ട്രാൻസിഷൻസ് കൊടുക്കുക. നമുക്ക് ഇഷ്ടംപോലെ ട്രാൻസിഷൻസ് ഉണ്ട് അവിടെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ട്രാൻസിഷൻസും മാറ്റ് ട്രാൻസിഷൻസൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നല്ല കളം പോലെയൊക്കെ വന്നിട്ട് ഇപ്പം ഇത് കൊടുക്കുകയാണെങ്കിൽ ആ രീതിക്ക് നമുക്ക് മാറ്റ് ട്രാൻസിഷൻസൊക്കെ കൊടുക്കാം. അപ്പം ഇതാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്തു. ആ വീഡിയോയുടെ മേളിൽ നമുക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്കൊരു മ്യൂസിക് ആഡ് ചെയ്യണം. അപ്പം ഫസ്റ്റ് നമ്മൾ മ്യൂസിക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മ്യൂസിക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ മ്യൂസിക് ഗാലറിയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അതായത് നമ്മുടെ മ്യൂസിക് ഗാലറിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ കാണും. പിന്നെ ഇതല്ലാതെ മ്യൂസിക്കിൽ എഫക്ട്സ് എടുത്തു കഴിഞ്ഞ് ഇത് ചെറിയ കാർട്ടൂൺ സൗണ്ട്സുകളും ഫണ്ണി സൗണ്ടുകളും മിഷ്യൻ സൗണ്ട് അത് ഓൾറെഡി ഇവർ തന്നെ ഇൻബിൽഡ് നമുക്ക് കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഞാൻ എടുത്ത് കാണിച്ചപ്പോൾ നമുക്ക് നേരെ ഗാലറിയിലേക്കാണ് പോയത്. അപ്പം അല്ലാതെ നമ്മളിവിടെ നമ്മുടെ നെറ്റൊക്കെ ഓൺ ആക്കിയിട്ടിട്ടാണ് മ്യൂസിക് എടുക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഒരു 3-4 സെക്ഷൻസ് കാണാം. വ്ലോഗ്, പോപ്പ്, അപ്പോൾ ആദ്യമായിട്ട് ഓപ്പൺ ആക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ വന്ന് കിടപ്പുണ്ടാവും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് അതവിടെ തന്നെ കിടക്കുന്നതാണ്. ഇപ്പം നമുക്കിഷ്ടമുള്ള പാട്ട്, അപ്പം ഈ പാട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 15 സെക്കൻഡ് എന്നാണ് കാണിക്കുന്നത്. 15 സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം വീഡിയോ ആ ടൈം ലൈനിൽ എത്രയാണോ അത്രയും നമുക്ക് ഇവിടെ മ്യൂസിക്കിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് മ്യൂസിക് ട്രിം ചെയ്യാം. അതേ പിന്നെ ഓപ്ഷൻ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ടാണ്. അതിന് സ്ലോ ആയിട്ട് സൗണ്ട് കൂടി വന്നിട്ട് ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു പോകുന്നൊരു ഓപ്ഷൻ. എല്ലാ പ്രാവശ്യം ആദ്യമായിട്ടൊരു പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റഡ് ബൈ ഒരു ടൈറ്റിൽ വന്നാൽ നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം പിന്നീട് ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ഇത്രയും വന്നു, എനിക്ക് ഇത്രയും വേണ്ട, ഇവിടം വരെ മതി, നമുക്ക് ഒന്ന് ട്രിം ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വെച്ചാണോ ഈ സാധനം കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കട്ടായിട്ട് 2 പാർട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നേരെ എടുക്കുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഓൾറെഡി ഒരു സൗണ്ട് കാണും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറയ്ക്കണമെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, വോളിയം വന്നിട്ട് വോളിയം കുറയ്ക്കുക. ഓക്കെ, BG വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഇട്ടേക്കുന്ന മ്യൂസിക്കിൻ്റെയും വോളിയം കൊടുത്തേക്കുന്ന വോളിയം, ഇവിടെ നമ്മൾ കുറച്ച് വോളിയം എന്ന് പറയുന്നത് വീഡിയോയ്ക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള വോളിയമാണ്. ഓക്കെ, ഇതിന് ശേഷം എക്സ്ട്രാ ഒരു വീഡിയോ ആണെങ്കിൽ ഇവിടെ പ്ലസ് വൈക്കും കൊടുക്കുക, വീഡിയോ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ബേസിക് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ട. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കിത് ഈ എഴുതി കാണിക്കുന്നത് ഇത് മെറ്റീരിയൽ മേളിലല്ല, നമുക്ക് വീഡിയോയിൽ തന്നെയാണ് എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയുടെ മേളിൽ തന്നെ ആക്കാൻ പറ്റും. ഇപ്പോൾ മോർണിംഗ് വൈബ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. ഇനി നമ്മൾ വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, VNൽ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളത്. നിങ്ങളിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഡയറക്ടറി ആയിട്ട് വന്ന് ഇവിടെ നമുക്ക് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് എഡിറ്റ് ചെയ്യാം. നമ്മുടെ ഫയൽസൊന്നും വേറെ എങ്ങോട്ടൊന്നും മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നേരെ എക്സ്പോർട്ട് കൊടുക്കാം. അപ്പം എക്സ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ 1080p എക്സ്പോർട്ട് ചെയ്യുന്നു. FPS 25 FPS കൊടുക്കുന്നു. ബിറ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് ഇപ്പം 6 അല്ലെങ്കിൽ 8 ഒക്കെ കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മെമ്മറി കൂടും. മെമ്മറി കൂട്ടി വേണം എക്സ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലത്തേക്കൊരു 5 കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സെയിം എക്സ്പോർട്ട് ആസ് ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയുടെ ക്വാളിറ്റി ഏതാണോ ആ ഇതിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യും. അത്രയും വേണ്ട. ഞാൻ 5.5 കൊടുത്തു, ഓക്കെ കൊടുത്തു.
മോർണിംഗ് വൈസ് ഡിസ്ക്രിപ്ഷൻ അപ്പോൾ നമുക്കിവിടെ കാണാം. എക്സ്പോർട്ടിങ് താഴെ എക്സ്പോർട്ടിങ് കാണിക്കും. അപ്പം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സേവ് ടു ആൽബം കൊടുത്തു. നേരെ നമ്മുടെ ഗാലറി ലൈബ്രറി വന്നു. നമ്മുടെ ക്യാമറസിൽ വന്നിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇതുപോലൊക്കെ വീഡിയോ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടുള്ള വീഡിയോകളുമായി നമ്മൾ അടുത്ത പാർട്ടിൽ കാണും വരേക്കും ഗുഡ് ബൈ.